അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാലുകൾ കുഴഞ്ഞ ഹംദയെ അജ്മൽ നോക്കിക്കൊണ്ടിരുന്നു. പാവം, നല്ല കുട്ടിയായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. എല്ലാവരും കൂടെ കുട്ടിയെ ഈ ഒരു നിലയിലാക്കി. മാനസികമായും ശാരീരികമായും ഇപ്പോൾ അവൾക്ക് ഒന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൂടെ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയെന്ന് പറയാം. സന്തോഷത്തോട് സമാധാനത്തോട് കഴിയേണ്ട പെൺകുട്ടിയാണ് അവൾ ഈ പ്രായത്ത്. അവൾക്ക് 20 വയസ്സ് മാത്രമാണ് ഇപ്പോൾ പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ട സമയമാണ്. പക്ഷേ എല്ലാവരും കൂടി അവളെ ഒറ്റപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് അങ്ങനെയുള്ള രോഗം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇപ്പോഴിതാ ആ ഒരു അസുഖത്തിന് വേണ്ടി അതിനേക്കാൾ വലിയ ഡോസുള്ള മെഡിസിനും ഷോക്കും നൽകി ആ കുട്ടിയെ ആകെ തളർത്തി എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ അജ്മലിന് അത് വല്ലാത്തൊരു സങ്കടമായി മാറി. കട്ടിലിൽ തളർന്നു കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ അവൻ ദയനീയതയോടെ നോക്കി. പെട്ടെന്ന് ഡോക്ടറുടെ നിർദ്ദേശം, ഇനി റൂമിലേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ച് അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് അല്പം വിട്ടിട്ടുണ്ട്. ഹംദയെ അതാ റൂമിലേക്ക് മാറ്റുകയാണ്. സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് ആ ഒരു കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പഠിച്ചവനെ, എത്ര നല്ല കുട്ടിയായിരുന്നു. എന്തായി ഈ കുട്ടിയുടെ അവസ്ഥ? നടക്കുവാൻ ഒന്നും പോലും കഴിയാത്ത അവസ്ഥ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അജ്മൽ സാർ ശ്രദ്ധിച്ചു. മോളെ ഹംദ, എന്തു പറ്റി? എൻ്റെ ജീവിതം പലർക്കും ഒരു ഭാരമായി. ഇനി എന്നെക്കൊണ്ടൊരിക്കലും നടക്കുവാൻ. ഹേയ് മോളെ, നീ വിഷമിക്കല്ലേ. ആര് പറഞ്ഞു അങ്ങനെയൊക്കെ? പഠിച്ച റബ്ബ് വിചാരിച്ചാൽ എല്ലാം നടക്കും. അവൾക്ക് ആ ഒരു സങ്കടകരമായ നിമിഷങ്ങൾ അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. തന്നെ ഷോക്കടിപ്പിച്ച ആ ഒരു രംഗം, അതും അജ്മൽ സാർ ഇല്ലാത്ത ആ ഒരു സമയം നോക്കി. റബ്ബേ. എന്നാൽ ഈ സമയം അവളുടെ എളാമ ഹംദയുടെ വിവരങ്ങൾ അറിയുന്നു. തളർന്നു പോയില്ലേ അരയ്ക്ക് താഴെ? അതാണ് പറഞ്ഞു കേട്ടത്. ഗദ്ദാമ്മ കാര്യങ്ങൾ പറഞ്ഞു. മേഡം, ഹംദക്ക് എന്തോ പറ്റിയില്ലേ? പാവം കുട്ടി. എന്താ, അവൾക്കതുകൊണ്ട് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാലോ. അല്ലാതെ അവളിങ്ങനെ പിന്നാലെ നടക്കേണ്ടി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനത്തോൽക്ക് അങ്ങനെ നല്ലത്, ഒരു മൂലക്കിൽ അവിടെ ഇരുന്നോളൂ. പിന്നെ എവിടേക്കും പോവും വേണ്ട, എണീറ്റ് പോകുന്നുള്ള പേടിയില്ല. ഇപ്പം സമാധാനമായി. കാലാകാലം ആ തളർച്ച അങ്ങനെ നിൽക്കട്ടെ. ശരിക്കും ഗദ്ദാമ്മ ഞെട്ടിപ്പോയി. മേഡം, നിങ്ങൾ എന്ത് പറയുന്നത്? ഇത് തന്നെ പറയാനുള്ളത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടണം. ഇപ്പോൾ കണ്ടില്ലേ, കിട്ടി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവളിഞ്ഞ് ഭ്രാന്തിയായി ഓടൂരല്ലോ. ഭ്രാന്തിയായി ഇവിടെ മൂലക്കിലല്ലേ ഇരിക്കുള്ളൂ. അത് മതി. ശരിക്കും അർബിച്ചിയുടെ ആ ഒരു മനസ്സ് കണ്ടിട്ട് ഗദ്ദാമൊക്കെ തന്നെ ഹൃദയം പൊട്ടിപ്പോയി. റബ്ബേ, സ്വന്തം മകളായിരുന്നെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഇങ്ങനെ ചിന്തിക്കുമോ? കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സുഖമില്ലാത്തൊരവസ്ഥ. ഏതൊരു ഉമ്മമാരെങ്കിലും അത് ആഗ്രഹിക്കുമോ? പക്ഷേ ഇവർ നേരെ തിരിച്ചാണ്. ഇങ്ങനെയുണ്ടാവുമല്ലോ മനുഷ്യന്മാർ. സത്യം പറഞ്ഞാൽ ഹംദമോളെ കാണാൻ ഗദ്ദാമക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അറബിച്ച് വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അഥവാ കാണാൻ പോയാൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു നന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവൾ ചോദിക്കുവാൻ വേണ്ടി ഭയപ്പെടുകയായിരുന്നു. എങ്കിലും സംസാരിച്ചു. ഹംദമോളല്ലേ, കാണായിട്ടൊരു പൊറുതിയേട്. ഹംദമോള് ഉണ്ടാവുമ്പോൾ അതിനെന്താ, നിനക്ക് ഹംദയുടെ കൂടെ പോകണമെങ്കിൽ പോവാലോ. പക്ഷേ പിന്നീട് നീ ഈ പടി ഇങ്ങോട്ട് കടക്കരുത്, ഓക്കെ? അത്രക്കും സ്ട്രോങ്ങിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. പഠിച്ചവനെ, എന്ത് ചെയ്യും? എന്തൊക്കെ തന്നെയായാലും ഹംദയുടെ സ്ഥിതി വളരെയധികം മോശമായിക്കൊണ്ട് തന്നെ വരികയാണ്. അജ്മൽ സാറ് ഒരുപാട് പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. റബ്ബേ, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. എന്തൊരു സുന്ദരി കുട്ടിയാണ് റബ്ബേ കാണാൻ. അവളുടെ മനോഹരമായ ആ ഗോൾഡൻ നിറത്തിലുള്ള മുടിയിഴകൾ കാണാൻ പ്രത്യേകമായൊരു ഭംഗിയാണ്. അവളുടെ മുഖവും അവളുടെ കൈകാലുകളും എല്ലാം അങ്ങനെ തന്നെ. ശരിക്കും പടച്ച റബ്ബ് കടഞ്ഞെടുത്ത രൂപത്തിലുള്ള ശരീരപ്രകൃതിയാണ് അവളുടേത്. നല്ലൊരു മോളായിരുന്നു. എന്താ ചെയ്യുക, ഇപ്പോൾ ശരീരം തളർന്നു കിടക്കുകയാണ്. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു എന്ന് തന്നെ പറയാം. അവൾ ആട്ടവും മനക്കവുമില്ലാതെ കിടക്കുകയാണ്. ഹംദ, മോളെ ഹംദ.
അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അത് അജ്മൽ സാർ വിളിക്കുന്നു. അവൾ കണ്ണു തുറക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്നു കാര്യം പറഞ്ഞു. നല്ല തളർച്ചയുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ 2-3 ദിവസം ഈ ഒരു കിടത്തം തന്നെ ആയിരിക്കും. കാരണം അത്ര ഡോസുള്ള മരുന്നാണ് കൊടുത്തിട്ടുള്ളത്. അജ്മൽ സാർ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ അത്രയധികം? പിന്നെ എന്ത് ചെയ്യും? ഇത്രയധികം വയറിൻ്റെയുള്ള പേഷ്യൻറ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു. പക്ഷേ കുട്ടി ആദ്യമേ കുറച്ച് തളർച്ച ഉണ്ടായത് കൊണ്ടാണ് കുട്ടിക്ക് കൂടുതലായിട്ടത് ബാധിച്ചത്. അല്ലാതെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും പറയാനൊന്നും പറ്റില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ റെഡിയാവുകയും ചെയ്യും. പക്ഷേ കുട്ടി ശക്തമായ രീതിയിൽ എല്ലാവരെയും തള്ളി മാറ്റി പോയതുകൊണ്ട് അത് കൊടുക്കാൻ നിർബന്ധമായിരുന്നു. അതൊക്കെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് അവളെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നൊക്കെ. ശരിയാണ്, അതിനൊക്കെ ടൈം എടുക്കും. പക്ഷേ നമ്മളവരെ വിട്ടു മാറാതെ നോക്കി നിൽക്കണം, അതാണ് വേണ്ടത്. അജ്മൽ സാറിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന പോലെയാണ്. അതെ, ഹംദക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റബ്ബേ അത് വല്ലാത്തൊരു കേതായി തീരും മനസ്സുക്ക്. പഠിച്ചവനെ എന്നെക്കൊണ്ട് രക്ഷിക്കാൻ കഴിയോ ഇല്ലേ എനിക്കറിയുന്നില്ല. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പിന്നാലെ പോകുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അജ്മൽ സാറിന് എന്തൊക്കെയോ ഒരു മൂകത, എന്തൊക്കെയോ ഒരു വിഷമം. അതെ, ഹംദ അവൾ ഉറക്കത്തിലാണ്, അവൾ ഉണരുന്നില്ല. ഡോക്ടർ ഇടയ്ക്ക് പരിശോധിച്ചുകൊണ്ട് പറയും, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല, 2-3 ദിവസം തന്നെ ആ ഒരു ഉറക്കം ഉണ്ടാകും. പിന്നെ ഈ ഒരു ഗ്ലൂക്കോസ് അത് കൊടുക്കാം, ഭക്ഷണമായിട്ട് അവൾ ചോദിക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ വലിയ വഴിയൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ തന്നെയാലും ശ്രദ്ധിക്കുക, ഓക്കെ. പ്രതീക്ഷകളെല്ലാം അറ്റുപോകുന്ന പോലെയാണ് അജ്മൽ സാറിന് തോന്നിയത്. പാവം എൻ്റെ ഉമ്മ, എൻ്റെ ഇക്കാക്ക എന്ന് പറഞ്ഞ് കരയുമായിരുന്ന, അതിനുവേണ്ടി ചോദിക്കുകയായിരുന്ന ആ ഒരു അവസ്ഥ ഇന്ന് അവൾക്കില്ല. അവൾക്ക് ഇന്ന് ഇക്കാക്കയെ കാണണ്ട, ഉമ്മയെ കാണണ്ട, ആരെയും കാണണ്ട. അവളിതാ ഒരു ബോധരഹിതയായി കിടക്കുന്ന പോലെ ആ കട്ടിലെങ്ങനെ കിടക്കുകയാണ്. എൻ്റെ റബ്ബേ, പാവം. എത്ര പെട്ടെന്നാണ് അവളുടെ ഉഷാറെല്ലാം നഷ്ടപ്പെട്ടത്. അവളുടെ മനസ്സിൽ വേദനയുണ്ട് എങ്കിലും അവൾക്ക് എന്തൊക്കെയോ അറിയണം, കാണണം എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലും ചിലതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ 2-3 ദിവസം ഈ ഒരവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ എന്താപ്പോൾ അതിനൊരർത്ഥം? എങ്ങനെയെങ്കിലും അവളെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം അജ്മൽ സാർ, അതാണ് വിചാരിക്കുന്നത്. ഒരു സിസ്റ്റർ അതോടെ വന്നു, സിസ്റ്ററെ ഹംദ എത്ര ദിവസം ഇങ്ങനെ, എത്ര ടൈം? അതൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു തരം കോമ സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവൾക്ക് അങ്ങനെ അവൾ മെഡിസിനെ കൊടുത്തു കഴിഞ്ഞ് ഷോക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതാവസ്ഥ പിന്നെ വളരെയധികം മോശമായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് ഭയങ്കരമായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല, അങ്ങനെയൊക്കെയാണ് വരിക. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ മാക്സിമം അത് റെഡിയാകാൻ വേണ്ടി നിങ്ങളും ട്രൈ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഓക്കെ. ഹംദയുടെ ആ ഒരു ഉറങ്ങുന്ന മുഖം കാണുവാൻ അവൻക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ അവളെ വിളിച്ചുണർത്തുവാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. അജ്മൽ പെട്ടെന്ന് അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി അർബ, മോനെ എങ്ങനെയുണ്ട് എൻ്റെ ഹംദക്ക്? അർബ, സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് 2-3 ദിവസം ഈ ഒരു സ്റ്റേജിൽ തന്നെ കഴിയുമെന്നാണ്. അല്ലാ, എൻ്റെ കുട്ടി നേരെ അതാ തൻ്റെ പൊന്നുമകളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇല്ല മോനെ, അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാനവിടെ നിന്നാലും അവൾക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം ഞാനങ്ങനെ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ എൻ്റെ കുട്ടിയെ കൈവിടരുത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും അർബ നോക്കട്ടെ, ഇംഗ്ലീഷ് മരുന്ന് ഫലിച്ചില്ല എങ്കിൽ വേറെ പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇവർ തളർന്നു പോയ കാല് റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് റെഡി ആകില്ല, അങ്ങനെയൊക്കെയല്ല ഇവർ പറയുന്നത്. എന്തൊക്കെ തന്നെയാലും അവരുടെ അടുത്ത് വന്ന ഫാൾട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അജ്മൽ വിചാരിച്ചു, റബ്ബേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ. പക്ഷെ വീട്ടിലേക്ക് അതൊരിക്കലും നടക്കില്ല. വീട്ടിലേക്ക് കൊണ്ടുപോയാൽ തന്നെ അവരുടെ ഉമ്മ നിരന്തരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുമാത്രമല്ല അവളെ ബുദ്ധിമുട്ടിക്കാനും മടിക്കില്ല. അത് ഡിപ്രഷൻ കൂടി അവൾക്ക് കൂടുതൽ മൈൻഡ് പ്രോബ്ലം വരാനും അത് ചാൻസ് ആവും. അതുകൊണ്ട് തന്നെ
ഒരിക്കൽ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല അവൻ വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും 3 ദിവസം ഹോസ്പിറ്റലിൽ കഴിയണം. അല്ലാതെ പക്ഷേ ഈ ഒരവസ്ഥ അവൾ ഉണരുന്നേയില്ല. അവളുടെ കണ്ണുകൾ തുറക്കുന്നേയില്ല. അവൾ പാവം കുട്ടി. റബ്ബേ, എന്തു ചെയ്യും? എനിക്ക് ആ ഒരു കിടത്തം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. ഒരസുഖം ഇല്ലാത്ത കുട്ടിയായിരുന്നല്ലോ. അവരായിട്ടാണ് അങ്ങനെയൊക്കെ ആക്കി തീർത്തത്. ഡിസ്ചാർജ് ചെയ്താൽ ഒരിക്കൽ പോലും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നായിരുന്നു അജ്മൽ സാറിൻ്റെ ആഗ്രഹം. എന്തൊക്കെ തന്നെയായാലും ഡോക്ടർ അങ്ങോട്ട് കടന്നു വന്നു. കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞാൽ ബോധം ഒക്കെ റെഡി ആവും ഒരു പക്ഷേ കേട്ടോ, ഒരു ഉറപ്പില്ല. എങ്കിലും പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം ഇനി കുട്ടിയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ കുട്ടിയെ ഒറ്റപ്പെടാത്ത രീതിയിൽ നിർത്തുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാലുകൾ തളർന്ന അവസ്ഥയിലാകുമ്പോഴും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ തന്നെയായാലും കൂടെ വേണ്ടി വരും. ഓക്കെ, കുട്ടിയുടെ ഉമ്മ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് അറബി അത് വിചാരിച്ചു, റബ്ബേ അവൾക്ക് ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ, കാര്യങ്ങൾ ഡോക്ടറോടൊന്ന് പറയണം അജ്മൽ സാർ വിചാരിക്കുന്നു. അറബി അതാ അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. ഡോക്ടർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വീണ്ടും വന്നു. ഡോക്ടറെ, എനിക്ക് അല്ല ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് പോലെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും യാതൊരു കുഴപ്പത്തിലും വരുത്താൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റാക്കാൻ നോക്കുള്ളൂ. ഡോക്ടറെ, ഈ കുട്ടിക്ക് എന്താ കുട്ടിക്ക് ഉമ്മയില്ല. ഓ മൈ ഗോഡ്, ഉമ്മയില്ലേ? എന്ത്? ഉമ്മ ഒരു ആക്സിഡൻറ്റിൽ ഉമ്മയും ജ്യേഷ്ഠനും കൂടെ അങ്ങനെയൊക്കെയുള്ള മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം ജീവിതത്തിൽ ഈ കുഞ്ഞു പ്രായത്തിൽ അത്രയധികം വലിയൊരു ഷോക്ക് അവളുടെ ആ കുഞ്ഞു മനസ്സിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവളുടെ മനസ്സ് എന്തായിരിക്കും? എത്രമാത്രം അത് വളർന്നു വലുതായിട്ടുണ്ടാകും. എന്തൊക്കെ തന്നെയാലും ഡോക്ടറുടെ നിർദ്ദേശം അത് കുഞ്ഞിന് നല്ല രീതിയിൽ സേഫ്റ്റി നൽകണം. നിങ്ങൾ ഇനിയിപ്പോൾ ഉമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അങ്ങനെയൊക്കെ തന്നെയാലും കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ എനിക്കിതിന് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. അജ്മൽ സാർ ഒന്ന് നെടുവീർപ്പിട്ടു. റബ്ബേ, എന്തു ചെയ്യും? എനിക്ക് അതെ എല്ലാ റബ്ബ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നും ഇങ്ങനെ എനിക്കറിയുന്നില്ല. എന്നാൽ ശരി, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നോക്കട്ടോ. അങ്ങനെ അതാ അജ്മൽ സാർ അവളുടെ ബെഡിനരികിൽ ഇരിക്കുന്നു. അവളുടെ ആ മനോഹരമായ കവിൾ തട്ടുകൊണ്ട് വിളിക്കുന്നു, മോളെ മോളെ. അവളുടെ കണ്ണുകൾ അതാ പതുക്കെ തുറക്കുന്നു. അവശയായ ആ ഒരു കണ്ണുകളിൽ തെളിച്ചമുണ്ടായിരുന്നില്ല. അജ്മൽ സാർ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഹംദ, എന്ത് ഈ കഴുത്തിൻ്റെ അർത്ഥം? നമുക്ക് വീട്ടിൽ പോകണ്ടേ? വേണ്ട, അവൾ വേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടുന്നു. പിന്നെന്താ? അവൾക്ക് ഒരിക്കൽ പോലും ആ വീട്ടിലേക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. അവൾ അജ്മൽ സാറിൻ്റെ കൈകളിൽ പതുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഒരിക്കൽ പോലും എന്നെ അങ്ങോട്ട് കൊണ്ടുവിടരുത്. അവൾ കരയുകയായിരുന്നു. ഇല്ല പെണ്ണെ, ഒരിക്കലുമില്ല. മോളെ ഞാൻ സംരക്ഷിക്കും. എന്താ, പോരുന്നോ എൻ്റെ കൂടെ? ഒരു നിമിഷം ഹംദ അജ്മലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ പറഞ്ഞത്? അത് തന്നെ, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, അത് എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും. എന്താ? ഹംദയിൽ എന്തൊക്കെയോ മനസ്സിൽ ഒരു പിരിമുറുക്കമൊക്കെ കുറഞ്ഞതുപോലെ ഒരു നിമിഷം അവൾ ചോദിച്ചു, എൻ്റെ ഉമ്മയും എൻ്റെ കാക്കയും കാണുന്ന സ്ഥലം ഉണ്ടോ? മോളെ, ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിൻ്റെ ഉമ്മയും ഇക്കാക്കയൊക്കെ ഞാൻ നിൻ്റെ കണ്ണെറിയെ കാണിച്ചു തരാം. ഓക്കെ, നല്ല കുട്ടിയായിട്ട് നല്ല റിലാക്സായിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടക്കണം. ഓക്കെ. വീണ്ടും നല്ല നല്ല ഉപദേശങ്ങൾ അത് ഹംദക്ക് അജ്മൽ സാർ പറഞ്ഞു കൊടുക്കുന്നു. എന്താണെന്നറിയില്ല, അജ്മൽ സാർ പറയുമ്പോൾ ഹംദക്കും മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ജീവിക്കുവാനുള്ള മോഹം തോന്നി തുടങ്ങുകയാണോ എനിക്കറിയില്ല. കാരണം അവൾക്ക് അതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ആശ്വാസമുണ്ടായിരുന്നു. അജ്മൽ സാറിൻ്റെ പ്രതീക്ഷകൾ, അതെ, ഹംദ ഒന്ന് കണ്ണു തുറന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം, അതെ, അത് നേടിക്കഴിഞ്ഞു. ചെറുതായി ഹംദ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അരക്ക് താഴെയുള്ള ഭാഗം തളർന്നതുകൊണ്ട് അവൾക്കൊറ്റയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കുവാനോ ഒന്നിനും കഴിയുന്നില്ല. റബ്ബേ,
അതൊന്ന് റെഡിയായിരുന്നെങ്കിൽ അജ്മൽ സാർ വിചാരിക്കുകയാണ്. അതിനിടക്ക് അവൾ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ഉമ്മയും ഇക്കാക്കയും കാണാനേ? മോളെ, ഇൻഷാ അല്ലാ നിൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തിട്ട് തന്നെ പോകുള്ളൂ. ഹംദ മോളുടെ ഉമ്മയായിട്ടും ഇക്കാക്കയായിട്ടും ആരൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. അതായിരുന്നു അജ്മൽ സാറിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആരായിരിക്കും ഹംദയുടെ ഉമ്മയായും സഹോദരനായും കടന്നു വരിക? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ടവരെ, വീഡിയോയുടെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹിദായത്ത് സ്റ്റോറിന്ന് വിട്ടിട്ടുമില്ല. ഞാൻ എൻ്റെ പുതുപ്പറമ്പ് വീട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ ആകുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴേ ഭയങ്കര രസമാണ്. മക്കളും അനിയനും മക്കളും ഓലൊക്കെ പിന്നെ ഇനി 2 ആഴ്ച ഞാൻ പോവുമല്ലേ വിദേശത്തേക്ക്. അപ്പോൾ അവരെ സ്കൂളൊക്കെ തുറക്കാനാകുമ്പോഴത്തേന് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. കൂടെപ്പിറപ്പുകൾ ഒരുമിച്ച് കുടുംബത്തിൽ ഒരു സന്തോഷമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഭദ്രത നിലനിർത്തട്ടെ. ആമീൻ. അപ്പോൾ അതൊണ്ടൊക്കെയാണ് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വരുമ്പോൾ ഓൾക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞ് ചിക്കൻ ബിരിയാണിയും പായസവും ഒക്കെ ഒന്ന് ഉണ്ടാക്കി. അങ്ങനെ ബീഫ് വരട്ടി, അങ്ങനെ കുറച്ച് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഉമ്മാൻ്റെ ഒക്കെ ഒപ്പം കൂടിക്കൊടുത്ത് അങ്ങനെയൊക്കെ അടിപൊളിയായി മാഷാ അല്ലാ അതും കഴിഞ്ഞ് അങ്ങനെയൊക്കെ നേരം ലേറ്റായി. ഹിദായത്ത് സ്റ്റോറി കുറച്ച് രാവിലെയൊക്കെയാണ് ചിലപ്പോൾ ഞാൻ വിടാറുള്ളത്. അതുകൊണ്ട് വിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രമാണ് എനിക്കുള്ളത് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.